നിവിൻ പോളിയെ നായകനാക്കി ഹനീഫ് അദീനെ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞ വർഷം ഓണം നാളുകളെ തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന സിനിമ. വൻ പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസ് അമ്പയെ പരാജയമായിട്ട് തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ തിയേറ്ററുകളിലുള്ള പരാജയത്തിന് ശേഷം ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മിഗായൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഹനീഫ് അദീനി നിവിൻ പോളി ഒന്നിച്ച ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് വളരെ സ്ലിം ആയിട്ട് കുറെ നാളുകൾക്ക് ശേഷം നിവിൻ പോളിയെ വളരെ വൃത്തിയോടെ കാണാൻ സാധിച്ച ചിത്രമാണ്. എന്നാൽ പോലും തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താനോ അല്ലെങ്കിൽ വിജയത്തിലോട്ട് നീങ്ങാനോ രാമചന്ദ്ര ബോസിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു സർപ്രൈസ് OTT റിലീസ് ആയിട്ടായിരിക്കും ചിത്രം OTT വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം റീസെന്റ് ഇറങ്ങിയ ധൂം അടക്കം പല സിനിമകളും ആമസോൺ അങ്ങനെയായിരുന്നു. യാതൊരുവിധ കൺഫർമേഷനും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റും ഇല്ലാതെയായിരുന്നു അവർ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗണത്തിലോട്ട് നമ്മുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കും ഫെബ്രുവരി മാസം ഈ ഒരു സിനിമയുടെ OTT റിലീസിനായിട്ട്. അപ്പം രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിന്റെ OTT റിലീസായിട്ട് നിങ്ങൾ എത്രവരാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.